കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവം മനുഷ്യരെ ആകർഷിക്കുന്നത് ഉപദേശത്തിലൂടെയും തൻ്റെ പുത്രൻ്റെ കൽപ്പനകളിലൂടെയുമാണ്. ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും അവനിൽ നിന്ന് പഠിച്ചവരും ക്രിസ്തുവിങ്കിലേക്ക് വരുന്നു. നമ്മുടെ മനസ്സുകൾ ദൈവാത്മാവിനാൽ പ്രകാശിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ കഴിയുകയില്ല. അതായത് നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ദൈവം നമുക്ക് വിശ്വാസം നൽകുന്നു. ആ വിശ്വാസം ഏറ്റെടുത്ത് അത് യേശുക്രിസ്തുവിൽ അർപ്പിക്കണം. ദൈവം നമ്മെ വിളിക്കുന്നു. നാം ആ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കണം. നാം ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. നാം വീഴാതിരിക്കുവാൻ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിക്കണം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങളിൽ പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം സമൃദ്ധിയായി ലഭിക്കും. വേദപുസ്തകത്തിലെ വലിയ വലിയ സത്യങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും കൂടെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ സഹോദരന്മാരെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിളിയിൽ ഒരു കാര്യം സമൃദ്ധിയായി ഉണ്ട്. അത് അവൻ്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവകൃപയാൽ നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടവരായിരിക്കുന്നു. ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് സൗജന്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിൽ കൂടി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നാം ചെയ്ത തെറ്റുകളെ ക്ഷമിക്കുകയും അവൻ്റെ കൃപയാൽ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലാത്തവരുമായി നമ്മെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. കുറ്റക്കാരനായി അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയെ നീതിമാനായി മാറ്റത്തക്ക വിധം വലുതാണ് ദൈവകൃപയും ദൈവസ്നേഹവും. നമ്മുടെ വിളി അത്ര ഉന്നതമാണ്. 2 തെസ്സലോനിക്ക ലേഖനം 1:11-12 വാക്യങ്ങളിൽ പറയുന്നത്, നമ്മുടെ ദൈവം നിങ്ങളെ വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യരായി കണക്കാക്കുവാൻ നന്മയ്ക്കായുള്ള സകല ആഗ്രഹങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരുവാനും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് തന്നെ. ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ തെസ്സലോനിക്കർ പങ്കാളികളാകണം. അതായത് അപ്പോസ്തലനായ പൗലോസ് ഒന്നാമതായി പ്രാർത്ഥിക്കുന്നത്, ദൈവം തൻ്റെ വിളിക്ക് തെസ്സലോനിക്കരെ യോഗ്യരായി എണ്ണുന്നതിൻ്റെ കാരണം തെസ്സലോനിക്കർ മാത്രമല്ല, നാം എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നാം അവൻ്റെ പുത്രന്മാരും അവകാശികളുമാണ്. നാം ക്രിസ്തുവിൻ്റെ മഹത്വം പങ്കിടുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ജീവിതം അതിശക്തിയോടെ വർദ്ധിച്ചു വരണം. സ്തോത്രം. രണ്ടാമത് തെസ്സലോനിക്കർ
തങ്ങളിൽ സൽഗുണത്തിൻ്റെ സകല താല്പര്യവും വിശ്വാസത്തിൻ്റെയും സകല പ്രവൃത്തികളും അതിശക്തിയോടെ പൂർത്തിയാക്കി തരണമെന്നും അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ആവശ്യം കർത്താവിൻ്റെ നാമം തെസ്സലോനിക്ക വിശ്വാസികളിൽ മഹത്വപ്പെടണം. അത് നമ്മളിലും മഹത്വപ്പെടണം. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നത് നമ്മുടെ കടമയും വിളിയുമാണ്. നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കഷ്ടം സഹിക്കുമ്പോൾ നാം അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശു നമ്മളിൽ മഹത്വപ്പെടുമ്പോൾ നാമും അവനിൽ മഹത്വപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹത്താലും യേശുക്രിസ്തുവിൻ്റെ കൃപയാലും നാം മഹത്വപ്പെടും. ഓരോ ദിവസവുമുള്ള നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ പ്രതിഫലിക്കണം. ഇതിനു വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ സ്നേഹത്താലും കർത്താവിൻ്റെ കൃപയാലും നമ്മെ വിളിക്ക് യോഗ്യരാക്കി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ശക്തിയോടെ നടത്തി തൻ്റെ ദയയുള്ള ഹിതം പൂർണ്ണമായി ചെയ്തു തീർക്കുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മളിൽ മഹത്വപ്പെടുന്നത്, നാമും അവനിൽ മഹത്വപ്പെടുന്നത്. കർത്താവ് തൻ്റെ കൃപയാൽ തൻ്റെ സാദൃശ്യത്തിൽ നമ്മെ രൂപപ്പെടുത്തുന്നത് ഈ മഹത്വത്തിൻ്റെ പ്രവൃത്തി പടിപടിയായി നമ്മളിൽ നിവർത്തിക്കുമ്പോഴാണ്. നമ്മുടെ മുഖ്യ ഉദ്ദേശം നാം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ യേശുവിൻ്റെ കൂടെയുള്ള വാസമാണ്. ആ ദർശനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവവിളി നാം കേട്ടിട്ടില്ല എന്ന് വേണം പറയുവാൻ. സ്തോത്രം. കർത്താവിൻ്റെ കൃപയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയുടെ തോതനുസരിച്ചല്ല, നാം എന്ത് പ്രവർത്തിക്കുന്നു എന്നതും അനുസരിച്ചല്ല. ദൈവം സ്നേഹിക്കുന്നത് തൻ്റെ കൃപ മൂലമാണ്. നാം അവൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-18-19 വാക്യങ്ങളിൽ പറയുന്നത്, അവൻ മുഖാന്തരം നമുക്ക് ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. നാം വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിയാലുള്ള ആശ എന്താണ്? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ആശ, നാം പാപത്തിൽ സ്വതന്ത്ര ആകുവാൻ ആഗ്രഹിക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാകുവാൻ ആശിക്കുന്നു, നാം വിശുദ്ധരായി ക്രിസ്തുവിൽ വസിക്കുവാൻ ആശിക്കുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടത്. അതിനാൽ നമ്മുടെ ആശ ഈ കാര്യത്തിൽ ഉറപ്പാക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തിൻ്റെ മഹിമാധനം എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അവകാശത്തിൻ്റെ അച്ചാരം പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അച്ചാരമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളുടെ സിംഹഭാഗവും സ്വർഗത്തിൽ നമുക്കായി കാത്തിരിക്കുന്നു. ക്രിസ്തുവും ദൈവവുമായി ഒന്നിച്ച് ഭാവി കാലം വസിക്കാമെന്നുള്ളതാണ് ഇത്. ഈ സ്വർഗീയ അവകാശത്തിൽ ഏറ്റവും അത്ഭുതകരമായ ഭാഗം, അതോടുകൂടെ നാം ക്രിസ്തുവിനെ പോലെയാകും, നാം ക്രിസ്തുവിനോടുകൂടെ വാഴും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നാം വിളിക്കപ്പെട്ടു. ഈ യാത്രയുടെ ഒടുവിൽ നമുക്ക് അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ലഭിക്കുവാൻ പോകുന്നു. ഈ തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും ഇടയിൽ അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം നമ്മെ താങ്ങി നടത്തുന്നു. ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു അതിരുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം മുഴുവനും ഈ ശക്തി നമുക്ക് ലഭ്യമാണ്. ഈ ശക്തി എത്ര വലിപ്പമുള്ളതാണ്! ഈ ശക്തിയാൽ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു.
ഈ ശക്തി കൊണ്ട് യേശു എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മേൽ സ്വർഗത്തിൽ വാണലിടുന്നു. അവൻ സാത്താൻ്റെ മേലും അവൻ്റെ ദുഷ്ടാത്മാക്കളുടെ മേലും പിശാചുക്കളുടെ മേലും ഭരിക്കുന്നു. അവൻ തിന്മയുടെ മേലും മരണത്തിൻ്റെ മേലും വാണലിടുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഇന്നുള്ളതും ഭാവിയിൽ വരുന്നതുമായ സകലത്തിന്മേലും അവൻ വാഴുന്നു. അവൻ ഇന്നും വാഴുന്നു. ഇനിയും നിത്യമായി ദൈവത്തിൻ്റെ ശക്തിയിലൂടെ വാഴുകയും ചെയ്യും. ഏതെങ്കിലും മനുഷ്യശക്തിക്ക് മരിച്ച ഒരാൾക്ക് ജീവൻ നൽകുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവശക്തിക്ക് കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി വിശ്വസിക്കുന്ന നമുക്ക് ലഭ്യമാണ്. ഇതേ ശക്തിയാൽ ഒരിക്കൽ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു, തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. ഈ ശക്തി അനുദിനം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാണ്. അതിനാൽ അത് ചോദിക്കുന്നതിന് ഒട്ടും നാം വിമുക്ത കാണിക്കേണ്ട കാര്യമില്ല. സകലവും അവൻ്റെ കാൽ കീഴിലാക്കി, അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലാക്കി. നാം പാപത്താലും ബലഹീനതയും ഭയത്താലും ആകാംക്ഷയാലും മുങ്ങിത്താഴുകയായിരുന്നു. എന്നാൽ അവയെല്ലാം ക്രിസ്തുവിൻ്റെ കാൽ കീഴിലാക്കിയെങ്കിൽ നമ്മുടെയും കാൽ കീഴിലാക്കിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1:17 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകേണ്ടതിന്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവം എഫേസ്യർക്ക്, അതായത് നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് ഈ ജ്ഞാനം ആവശ്യമാണ്. ആത്മീയ ജ്ഞാനവും വെളിപ്പാടും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ ജ്ഞാനത്തിലൂടെ നാമും എഫേസ്യരും 3 കാര്യങ്ങൾ അറിയണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നു. 1, അവൻ്റെ വിളിയാനുള്ള ആശ. 2, അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം. 3, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇതറിയുവാനായി ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.